എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ലില്ലിക്കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ലില്ലിക്കുട്ടിക്ക് ഇതേ ഇപ്പോൾ 6.5 മാസം കഴിഞ്ഞു. ഇത്ര നാൾ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ലില്ലിക്കുട്ടി ഇന്ന് തൊട്ട് ഇതേ ഇപ്പോൾ ചോറ് കഴിച്ചു തുടങ്ങി. ഇന്ന് നമ്മൾ ലില്ലിക്കുട്ടിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുത്തു. പാവർട്ടി പള്ളി പോയിട്ടാണ് നമ്മൾ ലില്ലിക്കുട്ടിക്ക് ആദ്യമായിട്ട് ചോറ് കൊടുത്തത്. അവിടെ പോയതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഞാനും സ്നേഹ റോസും ടെസ്സിയും ഷാജനും കൂടിയിട്ടാണ് പോയത്. ടെസ്സിയും ഷാജനെന്ന് പറയുന്നത് അമ്മയും പപ്പയാണ്. വളരെ സ്നേഹത്തോട് കൂട്ടിയിട്ട് നമ്മൾ അവരെ എപ്പോഴും ഇങ്ങനെ പേരാണ് വിളിക്കാറുള്ളത്. നമ്മളവിടെ കാലത്ത് 8:15 കുർബാനയ്ക്കാണ് പോയത്. കുർബാന അത് കഴിഞ്ഞ് നോവേന ഉണ്ടായിരുന്നു. പിന്നെ സംഭവം അവിടെ ആകെ പള്ളിപ്പണി നടക്കുകയാണ്. പുറത്തകത്തൊക്കെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് മോണ്ടകത്ത് വെച്ചിട്ടായിരുന്നു കുർബാനയൊക്കെ നടന്നത്. കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛന്മാർ ഫ്രീ ആയ ശേഷമാണ് നമ്മൾ ലില്ലിക്കുട്ടിക്ക് ചോറ് കൊടുത്തത്. സാധാരണ ഊട്ടുള്ള സമയത്താണ് ഇവിടെ ഇങ്ങനെ ഉണ്ണികൾക്ക് ചോറ് കൊടുക്കലുള്ളത്. അത് വലിയ നോമ്പിലാണ് ഇവിടെ ഊട്ടുണ്ടാവലുള്ളത്. അപ്പോൾ ആ സമയം വരെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ലില്ലിക്കുട്ടിക്ക് ഒരു 8.5-9 മാസമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ട് അത് വെഞ്ചിരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തത്. അച്ഛന്മാർ ലില്ലിക്കുട്ടീനെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ചിട്ടൊക്കെയാണ് ചോറ് കൊടുത്തത്. ലില്ലിക്കുട്ടിയും ഇന്ന് മൊത്തത്തിൽ വലിയ വാശിയൊന്നും കാട്ടാണ്ട് നല്ല മോളായിട്ട് തന്നെയാണ് ഇരുന്നത്. ഇത് പാകപ്പെടുത്തിയവരെയും ആശീർവദിക്കണമേ. സമയം മാമുണ്ണ മാമുണ്ണ കഴിച്ചോ കഴിച്ചോ. ഇതാ കുറച്ചും കൂടി എനിക്കത് ഉണ്ട്. ആ ശരി ശരി. അത് ഹലോ. ആദ്യം ചോറ് വായിൽ വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് പകച്ചെങ്കിലും പതുക്കാള് ചവക്കണ പോലെ കാണിച്ച് കഴിക്കണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടായില്ലേ. പിന്നെ ആൾക്ക് ചോറ് ഇഷ്ടമായി. ലില്ലിക്കുട്ടിയെ ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടി ഹലോ ലില്ലിക്കുട്ടി. അച്ഛന്മാരുടെ ചോറ് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും ഓരോന്ന് 2 വെറ്റ് വെച്ചിട്ട് ലില്ലിക്കുട്ടിക്ക് കൊടുത്തു. അമ്മയും പപ്പയും പിന്നെ സ്നേഹ റോസും ഞാനും എല്ലാവരും ഓരോന്ന് 2 വെറ്റ് പതുക്കെ ചതച്ചിട്ട് ലില്ലിക്കുട്ടിക്ക് വെച്ച് കൊടുത്തു. ആൾക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോറ് ഭയങ്കര ഇഷ്ടമായി. ആൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ വിരലടക്കം കടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് അച്ഛന്മാരോട് ടാറ്റയൊക്കെ പറഞ്ഞ് പതുക്കെ ഫ്രണ്ടിൽ വന്ന് ഔസേപ്പിതാവിൻ്റെ അവിടെ നേർച്ചയൊക്കെ ഇട്ട് ഔസേപ്പിതാവിനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ എന്തോ ധ്യാനമൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതോ കഴിഞ്ഞതാണോന്ന് അറിയില്ല. വലിയ പന്തലൊക്കെ ഫ്രണ്ടിൽ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. സ്നേഹ റോസിൻ്റെ നേർച്ചയായിരുന്നു ലില്ലിക്കുട്ടിക്ക് ചോറ് കൊടുക്കണത് പാവർട്ടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ വേണമെന്നുള്ളത്. സ്നേഹ റോസിൻ്റെ വീട് പറപ്പൂരായ കാരണം കൊണ്ട് അവൾ ഇടയ്ക്ക് വരാറുള്ള പള്ളിയും കൂടിയാണ് ഈ പാവർട്ടി പള്ളി. പിന്നെ നമ്മൾ തിരിച്ച് പോരണ വഴിയിൽ തന്നെയാണ് നമ്മുടെ വല്യമ്മച്ചിയുടെ വീട്, അതായത് അമ്മയുടെ ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ഒന്ന് കയറി. അവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ കുറേ പുതിയ ചെടികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ തമ്മിയും കുറേ പൂക്കളൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ലില്ലിക്കുട്ടിയേക്കാളും താഴെ ഇപ്പോൾ ഒരാളുള്ളൂ. അത് ഇവനാണ്, സച്ചു, ലില്ലിക്കുട്ടിയുടെ അനിയൻ. ലില്ലിക്കുട്ടി ഇന്ന് നേരത്തോടെ എഴുന്നേറ്റ കാരണം കൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലായ ആൾ. കുറച്ച് കഴിഞ്ഞ് ലില്ലിക്കുട്ടി എഴുന്നേറ്റപ്പോൾ സച്ചുകുട്ടൻ ഉറക്കത്തേക്ക് പോയായിരുന്നു. അത് കഴിഞ്ഞ് ലില്ലിക്കുട്ടീൻ്റെ അടുത്തിരുത്തിയപ്പോൾ ലില്ലിക്കുട്ടി നൈസായിട്ട് സച്ചുകുട്ടനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ വല്യമ്മച്ചിയുടെ വീട്ടിലൊരു സർപ്രൈസ് വിസിറ്റ് നടത്തി. ലില്ലിക്കുട്ടി അവളുടെ അനിയനെയും കണ്ട് പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് പോന്നു.